മലപ്പുറം വിമാനത്താവളത്തിൽ നിന്നും സ്വാലിഹ് കൂടെ ചേരുകയാണ്. സ്വാലിഹ്, ഗവർണർക്കെതിരെ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയുടെ മുന്നിൽ നടക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഗവർണർക്ക് കടുത്ത സുരക്ഷ ഒരുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണോ വിമാനത്താവളത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നത്? അവണി 6:15 ഗവർണറുടെ വിമാനത്താവളത്തിലെത്തുന്നത്. അതിനുശേഷം ഏതാണ്ട് 6:30 പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് ഏതാണ്ട് ഇവിടുന്ന് 25 മിനിറ്റ് ദൂരം യാത്ര ചെയ്യേണ്ട ദൂരമാണ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ളത്. വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിരുന്നു. നമുക്ക് കാണാൻ കഴിയും, പോലീസിൻ്റെ എല്ലാം വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കനത്ത സുരക്ഷയിലാണ് വിമാനത്താവളത്തിൻ്റെ പരിസരമെല്ലാം തന്നെ ഉള്ളത്. ഗവർണർക്ക് പോകേണ്ട വാഹനം ഇപ്പോൾ വിമാനത്താവളത്തിനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ വാഹനത്തിൽ കയറി നേരെ പുറത്തേക്ക് പോവുകയാണ്. പ്രധാന വാതിലിലൂടെയല്ല കടന്നു വരുന്നത്. ഈ ഇടതുവശത്തുള്ള സാധാരണ VIP-കൾ കടന്നു വരുന്ന പ്രത്യേക പോയിന്റുണ്ട്. ഈ ഭാഗത്തുകൂടെയാണ് ഗവർണർ പുറത്തേക്ക് ഇറങ്ങുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും. യൂണിവേഴ്സിറ്റി വരെ, കൊണ്ടോട്ടി ഭാഗത്ത് യൂണിവേഴ്സിറ്റി വരെ പോലീസിൻ്റെ വലിയ സന്നാഹമുണ്ട്. പോലീസിനെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. വിമാനത്താവളത്തിൽ നമുക്ക് സമാന രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് തന്നെ പോലീസ് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വഴിയിലുടനീളം പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വഴിയിൽ എവിടെയെങ്കിലും ഉണ്ടാവാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പോലീസിനെ വിന്യസിച്ചിട്ടുള്ളത്. ഏതായാലും പ്രതിഷേധം യൂണിവേഴ്സിറ്റിക്കകത്ത് പരിസരത്ത് തുടരുന്നു. ഗവർണർ പക്ഷേ പിന്മാറുന്നില്ല. ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 6:15 കൂടി ഗവർണർ എത്തിച്ചേരും. അതിനുശേഷം 6:30 വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ആവണി. സ്വാലിഹ്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഗവർണർ കൃത്യം 6:15 തന്നെ എത്തുമെന്നാണ് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും 6:15 വിമാനം എത്തുന്നത്. ഡൽഹിയിൽ നിന്ന് RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങി വരുന്നത്. അതിനുശേഷം ഇന്ന് കാലിക്കറ്റ് VIP സർവകലാശാലയ്ക്കകത്തുള്ള VIP ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. നാളെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ മകൻ്റെ വിവാഹം കോഴിക്കോട് ട്രേഡ് സെൻറ്ററിൽ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കും. മറ്റന്നാൾ ഇവിടെ ഒരു സെമിനാർ, കാലിക്കറ്റ് സെനറ്റ് ഹാളിൽ ഒരു സെമിനാർ നടക്കുന്നുണ്ട്. ഈ സെമിനാറിൽ പങ്കെടുത്തതിനു ശേഷം 18 വൈകിട്ടാണ് അദ്ദേഹത്തിൻ്റെ മടക്കം. ഈ 3 ദിവസവും ഇവിടെ തന്നെയാണ്, യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെയാണ് താമസം ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലാണ് താമസം ഒരുക്കിയിരുന്നത്. പക്ഷേ പിന്നീട് ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ SFIയെ വെല്ലുവിളിച്ച് തന്നെയാണ് ഇങ്ങോട്ട് താമസം മാറ്റുന്നത്. അതിനുള്ള വലിയ ക്രമീകരണങ്ങൾ ഇന്നലെ മുതൽ തന്നെ നമുക്ക് ഈ ഗസ്റ്റ് ഹൗസിൽ നിന്ന് മറ്റ് താമസക്കാരെ എല്ലാം മാറ്റിയിരുന്നു. അവിടെയുള്ള സ്റ്റാഫുകൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ ക്രമീകരണങ്ങൾ നമുക്ക് ഈ സർവകലാശാല പരിസരത്ത് കാണാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് ഏതാണ്ട് ഉച്ചയോടെ തന്നെ വിമാനത്താവള പരിസരത്തും പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വലിയ തോതിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് വഴിയിലുടനീളം ഒരുക്കിയിട്ടുള്ളത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കാലിക്കറ്റ് സർവകലാശാല വരെയുള്ള വഴിയിലുടനീളം പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. ഒപ്പം വലിയ സുരക്ഷയിൽ തന്നെയാണ് ഈ വഴി കടന്നു പോവുക. 6:15 വിമാനം അകത്ത് എത്തുന്നത്. അതിനുശേഷം അല്പസമയം ഒന്ന് ഫ്രഷ് ആയതിനു ശേഷമാവും പുറത്തിറങ്ങുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 6:30 വിമാനത്താവളത്തിന് പുറത്തേക്ക് ഗവർണർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവണി. സ്വാലിഹ്, മറ്റന്നാൾ നടക്കാൻ പോകുന്ന ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ എത്തുന്നത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഗവർണർ കോഴിക്കോടേക്ക് എത്തുന്നത് മനഃപൂർവ്വം പ്രകോപനപരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ തന്നെയല്ലേ? തീർച്ചയായും പ്രകോപനപരമായ ഒരു നടപടി തന്നെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക, സ്വാഭാവികമായി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ താമസിക്കാൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി പോലീസിനെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. SFI പ്രവർത്തകരാവട്ടെ ഈ പ്രതിഷേധം, ഇത് സംഘപരിവാറിനെതിരെയുള്ള പ്രതിഷേധമാണ്. കാലിക്കറ്റ് സെനറ്റ് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തതിൽ 18
8 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തതിൽ 10 പേരും സംഘപരിവാർ അനുകൂലികളാണ്. ഇതാണ് SFI പ്രധാനമായി ഉയർത്തുന്ന കാരണം, ഈ സമരത്തിൻ്റെ കാരണമായി പറയുന്നത്. ഇത്തരത്തിൽ സംഘപരിവാറിനെതിരായ ഒരു സമരമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നാണ് ആർഷോ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ ഒരു ഘട്ടത്തിൽ പോലും ഈ സമരത്തെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നു. സ്വാഭാവികമായും വലിയൊരു അക്രമങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. ഏതായാലും 6:30 ഗസ്റ്റ് ഹൗസിലേക്ക് അദ്ദേഹം എത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ആവണി.